ഹലോ, ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ കണ്ടാലോ? ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അതിന് സവാളയൊക്കെ വഴറ്റി അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി ചിക്കൻ കഷ്ണങ്ങളൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. പിന്നെ നെത്തോലിയാണ് ഇന്ന് മീൻ കിട്ടിയത്. അത് തോരനാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങ് അടച്ചു വെക്കാമെന്ന് വിചാരിച്ചു. വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം. ഇനി കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നല്ല കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കോൺഫ്ലോർ, കുറച്ച് തൈര്, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി വെക്കുകയാണ്. ഇവിടെ ചിക്കൻ ഫ്രൈ ഇഷ്ടമുള്ള ഒരാളുണ്ട് കേട്ടോ. പുള്ളി ചിക്കൻ കഴിക്കുകയില്ല, കറി കഴിക്കുകയില്ല, ഫ്രൈ മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കുന്നത്. ചിക്കൻ എന്ന് കൊണ്ടുവന്നാലും കുറച്ച് കഷ്ണങ്ങൾ ഞാൻ മാറ്റി ഇങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാറുണ്ട്. അരപ്പൊക്കെ പുരട്ടി കുറച്ച് നേരം വെച്ചതിന് ശേഷം അതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കഴുത്തിന് നല്ല വേദനയായിട്ട് കോളറൊക്കെ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി അടുക്കളയിൽ നിന്ന് മാറാമെന്ന് വിചാരിക്കുകയാണ്. നെത്തോലി തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് ഞാനിപ്പോൾ ഇടികല്ലിലിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് കുറച്ച് തോനെ മീനുള്ള കാരണം ഞാനങ്ങ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റിലാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പണ്ടൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടായിരുന്നു നന്നായിട്ട് ഇളക്കി വെക്കുന്നത്. ലാസ്റ്റിൽ പുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നെത്തോലി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മോന് വേണ്ടിയിട്ടാണ്. അവന് നെത്തോലി ഫ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം. അങ്ങനെ അവന് വേണ്ടിയിട്ട് കുറച്ച് നെത്തോലി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ ചെയ്യുന്നില്ല, അത് ഫ്രീസറിലേക്ക് വെച്ചിട്ട് വൈകിട്ട് ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്രൈ ചെയ്യാനായിട്ട് അരപ്പ് റെഡിയാക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയും ആയിരിക്കും. അരപ്പൊക്കെ നന്നായിട്ട് മീനിൽ പിടിച്ചിരിക്കുകയും ചെയ്യും. ഇതങ്ങ് ഫ്രീസറിലേക്ക് മാറ്റി വെക്കാനായിട്ടാണ്. കുറച്ച് ബീട്രൂട്ട് തോരൻ വെക്കാനായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി തോരനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് മോരുകറിയും കൂടെ ഉണ്ടാക്കണം.
ഇന്ന് ഞങ്ങൾക്കൊരു ഗസ്റ്റ് കൂടെ ഉണ്ട് കേട്ടോ. മീൻ തോരനൊക്കെ തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് കൂടുതൽ സ്പൂണിട്ട് ഇളക്കാനൊന്നും പാടില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി വെക്കുന്നതേ ഉള്ളൂ. അപ്പം നെത്തോലിയൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുള്ള മീനാണ്. അതൊന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മീൻ തോരൻ്റെ വെള്ളമൊക്കെ വറ്റി. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ലാസ്റ്റിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ല മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ കാണും. പിന്നെ ഇതിൻ്റെ മീതെ ഞാനൊരു കറിവേപ്പില കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം കറിവേപ്പില നമ്മൾ തേങ്ങയൊക്കെ ചതച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ മുഴുവനായിട്ട് കറിവേപ്പില ഒന്നും കിടപ്പില്ല. അപ്പോൾ ഒരു കറിവേപ്പില കൂടെ ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ കുറച്ച് മോര് കാച്ചുന്നതിന് വേണ്ടിയിട്ടാണ്. തേങ്ങ ഒന്നും അരയ്ക്കാതെ കാച്ചുകയാണ്. ഇപ്പുറത്ത് നമ്മുടെ ബീട്രൂട്ട് തോരനൊക്കെ റെഡിയായി വരുന്നുണ്ട്. അതും ഞാൻ വെള്ളമൊക്കെ വറ്റി തോർന്ന് കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പതിവ്. പിന്നെ നമ്മുടെ മോരുകറിയും തോരനും ഒക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഏകദേശ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ഒക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള കറികളെല്ലാം റെഡിയായിട്ടുണ്ട്. ഈ ചെറിയ വ്ലോഗ് എല്ലാവരും കയറി കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോയും കാണാം. താങ്ക് യു.